ദില്ലി ദാലിയുടെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ചെറിയ മനുഷ്യരും വലിയ ലോകവും സമ്പൂർണ്ണ പതിപ്പ് പുറത്തിറങ്ങുമ്പോൾ എന്നതാണ് ഈ പോഡ്കാസ്റ്റ്. ഒരു കാലഘട്ടത്തിലെ മലയാളികളെ അതേവരെ പരിചിതമല്ലായിരുന്ന ഒരു പുത്തൻ സംവേദനക്ഷമതയുടെ വലിയ ലോകത്തിലേക്ക് കൊണ്ടുപോയ കോമിക് കലാപരമ്പരയായിരുന്നു ജി അരവിന്ദൻ്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും. അതിൻ്റെ സമ്പൂർണ്ണ പതിപ്പ് പുറത്തു വരുന്നു എന്ന വാർത്ത സത്യത്തിൽ ചരിത്രപ്രധാനമായ ഒരു വാർത്തയും സംഭവവുമാണ് കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് ഞാൻ കരുതുന്നു. ഗ്രാഫിക് കഥാ പരിസരത്ത് വെച്ച് നോക്കിയാൽ മലയാള ഭാഷ ലോകത്തിൻ്റെ തന്നെ മുന്നിൽ കയറി നടന്ന ഒരു പരീക്ഷണമായിരുന്നു ചെറിയ മനുഷ്യരും വലിയ ലോകവും ഉണ്ടായ സമയം. 2024 അതിൻ്റെ സമ്പൂർണ്ണ പതിപ്പ്, ഇതിനു മുമ്പ് സമ്പൂർണ്ണ പതിപ്പ് പുറത്തിറങ്ങിയിട്ടില്ല, ഇതിനു മുൻപ് 2 പതിപ്പുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ 2024 അതിൻ്റെ സമ്പൂർണ്ണ പതിപ്പ് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു തിരനോട്ടം നന്നാകുമെന്ന് കരുതിയാണ് ദില്ലി ദാലി ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് നടത്തുന്നത്. പുസ്തകം പുറത്തിറക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏകോപനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാമു അരവിന്ദനുമായുള്ള ഒരു അഭിമുഖ സംഭാഷണമാണ് ഈ പോഡ്കാസ്റ്റ്. രാമു അരവിന്ദൻ ഡിസൈനറും ഫോട്ടോഗ്രാഫറുമാണ്. അദ്ദേഹം NIDയിലും അസീം പ്രേംജി സർവകലാശാലയിലുമൊക്കെ വിസിറ്റിംഗ് ഫാക്കൽറ്റിയാണ്. ആദ്യമായി ഞാൻ ഇങ്ങനെ ഒരു അഭ്യർത്ഥന ആഗ്രഹം പറഞ്ഞ ഉടനെ തന്നെ അതിന് സമ്മതം നൽകിയ രാമു അരവിന്ദന് ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ്. സ്വാഗതം രാമു ഈ സുപ്രധാന പോഡ്കാസ്റ്റിലേക്ക്. ഹലോ JK, താങ്ക് യു. ഗുഡ് മോർണിംഗ്. താങ്ക് യു. മോർണിംഗ്. ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പരയെക്കുറിച്ച് സംസാരിക്കുന്നതിലും കൂടുതലായി ഈ സമ്പൂർണ്ണ പതിപ്പ് പുറത്തിറക്കുന്ന പ്രക്രിയയെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ അവസരത്തിൽ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. സമ്പൂർണ്ണ പതിപ്പ് പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് വീണ്ടും പോഡ്കാസ്റ്റുകൾ എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ദ മേക്കിംഗ് ഓഫ് ദ ബുക്ക് ആണ് എൻ്റെ മനസ്സിൽ ആദ്യമുള്ളത്. ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ പുതിയ പതിപ്പിനെ സമ്പൂർണ്ണ പതിപ്പ് എന്ന് പറയുന്നത്? ഇതിനു മുൻപേ ഇറങ്ങിയ പതിപ്പുകളേക്കാൾ വ്യത്യസ്തമായി ഇതിനെ സമ്പൂർണ്ണ പതിപ്പ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് ആക്ച്വലി 2 കാരണമുണ്ട്. ഒന്ന്, ആദ്യം ഇറങ്ങിയതിനകത്ത് ആദ്യം 2 ഇറങ്ങിയിരുന്നു. അതായത് ഞാൻ ഹിസ്റ്ററി ബ്രീഫായിട്ട് പറയാം. ബീസ് ബുക്സ് എന്ന് പറഞ്ഞ ബീസ് ബുക്സിന് അത് അച്ഛൻ ഉള്ള സമയത്ത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് 95 അത് തന്നെ DC ബുക്സ് അതിന്റെ ആർട്ട് വർക്ക് അവരുടെ നിന്ന് മേടിച്ചിട്ട് റീപ്രിന്റ് ചെയ്തത്. അപ്പൊ അതിൽ 2ലും 400 കാർട്ടൂൺ ഉണ്ടായിരുന്നു. 400 പേജസ്, 400 കാർട്ടൂൺസ്. പക്ഷേ ചെറിയ മനുഷ്യൻ വല്ലതും വരച്ച് പബ്ലിഷ് ചെയ്ത 633 കാർട്ടൂൺസ്. അത് ആക്ച്വലി 64% താഴെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യത്തെ. അപ്പൊ അത് ശരിക്കും DC ബുക്സിന്റെ 18 DC കിഴക്കമ്പുറി അത് സൂചിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് മുഴുവൻ ഇല്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് അത് ഒരു കാരണം സിലക്റ്റഡ് ആയിരുന്നു. ആദ്യത്തെ ഇത് DC ബുക്സ് അല്ല, ബീസ് ബുക്സിന്റെ സിലക്റ്റഡ് ആയിട്ട് അരവിന്ദനുള്ള സമയത്ത് തന്നെയാണ് സിലക്റ്റഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചവർക്ക് കിട്ടിക്കാണാൻ വഴിയില്ല. ഒരു പോസിബിലിറ്റി ഉണ്ട്. എനിക്ക് 100% അറിയില്ല. അങ്ങനെ പല കാരണങ്ങളായിരിക്കും. പിന്നെ ഡെഫിനറ്റ്ലി നമ്മളിപ്പോ ഇത് കറക്റ്റ് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്കറിയാം കുറച്ച് കറക്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും കൂടെ വെക്കാത്തതായിരിക്കും. ഇങ്ങനെ പല കാരണങ്ങളായിരിക്കും. പക്ഷെ ഇത് ഹോൾ നമ്പർ 400 നമ്പർ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ സെലക്ഷൻ ഉണ്ട്, നമുക്കറിയാം. അപ്പൊ ഇതിനകത്ത് അത് മുഴുവനുണ്ട്, 633 ഉണ്ട്. അത് ഞാൻ ക്രോസ് ചെക്ക് ചെയ്ത് പലതവണ ക്രോസ് ചെക്ക് ചെയ്തു. അപ്പൊ 100% ഉണ്ടെന്നുള്ളത് നമുക്ക് ഷുവറാണ്. ഞാൻ ലിസ്റ്റ് കണ്ടെത്തി. അപ്പൊ ഒരു രീതിയിൽ അതാണ് ഈ സമ്പൂർണ്ണം എന്ന് പറയുന്നതിന്റെ ഒരു കാരണം. രണ്ടാമത്തേത്, ഇതിനകത്ത് അരവിന്ദനായിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ട്. അതായത് ഇതിന്റെ സ്ഥിരീകരിച്ച പശ്ചാത്തല വിവരങ്ങൾ എന്നാണ് അതായത് കുറെ ക്രോസ് ചെക്ക് ചെയ്ത. അപ്പൊ അതിനകത്ത് ഈ ഓഥറിന്റെ വോയിസ് ഉണ്ട്, അതാണ് ഈ ഇന്റർവ്യൂ. അത് ചന്ദ്രദാസൻ, അതായത് അദ്ദേഹം നാടകൃത്തും പ്രശസ്തനായ നാടകത്താണ്. അദ്ദേഹമായിട്ട് പണ്ട് ചെയ്ത, അദ്ദേഹം കെമിസ്ട്രി പ്രൊഫസർ ആയിരുന്ന സമയത്ത് ചെയ്ത ഇന്റർവ്യൂ. ഡീപ് ഫോക്കസിന് വേണ്ടി ചെയ്ത ഇന്റർവ്യൂ ആണ്. അത് ഇംഗ്ലീഷിൽ അല്ല, മലയാളത്തിൽ ചെയ്തിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു ഡീപ് ഫോക്കസിന് വേണ്ടി. എന്നിട്ട് അതിനെ മലയാളം ഫിലിം മാഗസിൻ എന്ന് പറഞ്ഞ മാസിക പബ്ലിഷ് ചെയ്തു. പക്ഷെ അതിന്റെ എന്താ പറയുക, അത് വളരെ ഡീറ്റെയിൽഡ് ആണ് ഇന്റർവ്യൂ. കാരണം എല്ലാ സിനിമയെ പറ്റി പറയുന്നുണ്ട്, കാർട്ടൂൺസിനെ പറ്റി പറയുന്നുണ്ട്.
കാർട്ടൂൺസിന് മുമ്പ് ഫ്രണ്ട്സുമായിട്ടൊക്കെയുള്ള ഇന്ററാക്ഷൻ, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആണ് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനത് ഡീപ് ഫോക്കസ് ആ വായിച്ച ഓർമ്മയുണ്ട്. വായിച്ചു. അപ്പൊ അത് 89 വരെയാണ് ഇന്റർവ്യൂ. ഉം. പക്ഷെ അപ്പം 91 വരെ, 91 ആണ് മരിക്കുന്നത്. അപ്പം 91-ലുള്ള സിനിമ എനിക്ക് തോന്നുന്നു വാസ്തുവാര അതിൽ വാസ്തുഹാരയെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതോ ചിദംബരം വരെയാണ്? ഇല്ല. ചിദംബരം വരെ ഉണ്ട്. മാറാട്ടം എന്നുള്ള സിനിമ ആ, വരെയാണ്. മാറാട്ടമുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ അത് ആ കാരണം ഇത് ഓഥറിന്റെ വോയിസ് ആണ്, ഫുൾ സ്പാൻ ഉണ്ട്. അപ്പൊ അത് കാരണം 91 വരെ വരാൻ വേണ്ടി അമൃത് ഗാംഗർ എന്ന് പറഞ്ഞ അദ്ദേഹം ഫിലിം സൊസൈറ്റി മൂവ്മെന്റ് ബോംബെ, അദ്ദേഹത്തിന്റെ വാസ്തുവരെ പറ്റി ഒരു ചെയ്ത ഇന്റർവ്യൂ 91-ലെ ഇന്റർവ്യൂ ഉണ്ട്. അത് കുറച്ച് ക്രിട്ടിക്കൽ ഇന്റർവ്യൂ ആണ്, പക്ഷെ അത് വളരെ ഇൻട്രസ്റ്റിംഗ്. അപ്പൊ ഞാൻ അമൃതത്തിൽ ചോദിച്ചിട്ട് അതും കൂടെ ആഡ് ചെയ്തു. അപ്പൊ അത് ഒരു രീതിയിൽ അത് കാരണം ഓത്തേഴ്സ് വോയിസ് വരുന്ന കാരണം അത് കംപ്ലീറ്റ് ആയി. പിന്നെ അതിനകത്ത് കംപ്ലീറ്റ് എന്ന് പറയാൻ വേറെ കാരണം അരവിന്ദ് വരച്ച വേറെ കാർട്ടൂണുകളുണ്ട്. അതായത് ഈ ചെറിയ മനുഷ്യൻ വരയ്ക്കുന്നതിന് മുമ്പ്, വലിയ ലോകം വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ മാതൃഭൂമിയിൽ 4 കാർട്ടൂൺ വരച്ചിരുന്നു. അപ്പൊ എനിക്കത് അറിയില്ലായിരുന്നു. അപ്പൊ ഈ ഇന്റർവ്യൂ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായത്. അപ്പൊ ഞാൻ 61-ലാണ് ചെറിയ മനുഷ്യൻ തുടങ്ങുന്നത്. 59, 60-ലുള്ള മാതൃഭൂമി നോക്കുമ്പോൾ അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ അതും ഇതിനകത്തുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം 80s-ലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ ഓണപ്പതിപ്പിലൊക്കെ വരയ്ക്കുമായിരുന്നു, കലാകൗമുദി ഓണപ്പതിപ്പ്. പിന്നെ പാരലൽ ഈ ലിറ്റിൽ മാഗസീനുകളിൽ ഇപ്പൊ സംക്രമണം, ബോധി, അതിലൊക്കെ വരയ്ക്കുമായിരുന്നു. അപ്പൊ അതും ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു സമ്പൂർണ്ണ ഇതും കൂടെ, ഒരു സെഗ്മെന്റും കൂടെ അതിനകത്ത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സമ്പൂർണ്ണ വകുപ്പ് വിളിക്കാൻ കാരണം. അതെ. അപ്പൊ ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, ഏതായാലും ബീസ് ബുക്സ് ഇത് പ്രസിദ്ധീകരിച്ചതിനെ കുറിച്ച് രാമു പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒരു ആദ്യമായി ഈ ഗ്രാഫിക്സ് കഥാസമാഹാരം അല്ലെങ്കിൽ ഗ്രാഫിക് നോവലോ ചെറിയ മനുഷ്യരും വലിയ ലോകവും ആദ്യമായി പുസ്തക രൂപത്തിൽ വരുന്നതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം വളരെ വലുതാണെന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു അവാങ്കാർഡ്, അതായത് നമ്പൂതിരി കവർ ചെയ്ത് MV ദേവൻ മുഖവുര എഴുതി, അങ്ങനെ അത് ഒരു കേരളത്തിലെ പ്രസാധന രംഗത്തെ ഒരു വലിയ ധീരമായ ചുവടുവയ്പ്പായിരുന്നു ചെറിയ മനുഷ്യരും വലിയ ലോകവും ആദ്യം സമാഹരിക്കപ്പെട്ടത് എന്നുള്ളത് ഈ സമയത്ത് അവരെ, ആ വലിയ ആളുകളെ, അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ സമ്പൂർണ്ണ പതിപ്പിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഒന്നാമത്തെ പതിപ്പിനെ അഭിവാദ്യം ചെയ്യുകയാണ്. ഇനി അതിനെപ്പറ്റി ഈ പുസ്തകത്തിനകത്ത് ഉണ്ണിയും എഴുതിയിട്ടുണ്ട്. 2 ആർട്ടിക്കിൾസ് ആണ് ഈ പുസ്തകത്തിലുള്ളത്. ഒന്ന് EP ഉണ്ണിയുടെ ഒരു ഇൻട്രോ ആണ്. അത് വളരെ സ്പെഷ്യലാണ്. കാരണം ഒരു വലിയ കാർട്ടൂണിസ്റ്റ് വേറൊരു കാർട്ടൂണിസ്റ്റിനെ പറ്റി റിഫ്ലക്ട് ചെയ്ത് എഴുതുന്ന, ഡീപ്പായിട്ട് റിഫ്ലക്ട് എഴുതുന്ന വളരെ ഉണ്ണിയാകട്ടെ ഒരു കാർട്ടൂണിന്റെ കാര്യത്തിൽ ഒരു ഗുരുസ്ഥാനത്ത് നിർത്തുന്നയാളാണ് G. അരവിന്ദൻ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതെ, അപ്പൊ അത് സ്പെഷ്യലാണ്. പിന്നെ അതുപോലെ തന്നെ കാർട്ടൂണിസ്റ്റും ഈ കോമിക് റിസർച്ചറുമായിട്ട് ഗോകുൽ ഗോപാലകൃഷ്ണൻ, ഗോകുൽ ഇതിനെപ്പറ്റി സിമിലർ പോയിന്റ്സ് ആണ്, പക്ഷെ അതൊക്കെ എക്സ്പാൻഡ് ചെയ്ത് കുറച്ചുകൂടെ ഫാക്ച്വൽ ആയിട്ട്. അപ്പൊ അതിനകത്തും ഈ ബീസ് ബുക്സിന്റെ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഹിസ്റ്ററി മുഴുവൻ ഗോകുലും പറയുന്നുണ്ട്. ചെറിയ മനുഷ്യരും വലിയ ലോകവും ഖണ്ഡശയായിട്ടായിരുന്നു പുറത്തേക്കിരുന്നത്. അപ്പോൾ അത് ഇങ്ങനെ സമാഹരിക്കപ്പെട്ട് ഒറ്റ വായനക്കായി പുറത്തിറക്കണം എന്ന ഒരു ലക്ഷ്യമോ ആശയമോ ഇത് ചെയ്യുന്ന സമയത്ത് G. അരവിന്ദനിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു വിധത്തിൽ നോക്കിയാൽ ഈ നോവലിൽ കഥാപാത്രങ്ങൾ പരിണമിക്കുന്നത് പോലെ, വളരുന്നത് പോലെ, തളരുന്നത് പോലെ ചെറിയ മനുഷ്യരും വലിയ ലോകത്തിലും അത് സംഭവിച്ചതിനാൽ അങ്ങനെ സമാഹരിക്കപ്പെടുന്നതിൽ ഒരു തെറ്റൊന്നുമില്ല എന്നും അരവിന്ദന് തോന്നിയിരിക്കണം. അപ്പോൾ ഈ ഒന്നാം പതിപ്പ് ഇറക്കുന്ന സമയത്ത് അത് അന്ന് എനിക്കറിയില്ല രാമുവിന് എത്രമാത്രം വിനിമയം അച്ഛനുമായിട്ടൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ ഈ ഒന്നാം പതിപ്പ് സമാഹരിക്കപ്പെടുന്ന സമയത്ത് അരവിന്ദൻ്റെ മാനസികാവസ്ഥയെ, അതിനെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ എന്താണെന്ന് എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? എനിക്ക് അതേ ഓർമ്മയില്ല ശരിക്കും പബ്ലിഷ് ചെയ്തത്. പക്ഷേ അതായത് ഇവര് വീട്ടിൽ വരുന്നതൊക്കെ എനിക്ക് വേഗമായിട്ടുള്ള ഓർമ്മയുള്ളൂ. പിന്നെ ഇത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറെ ചിലവാകാതെ കുറെ എണ്ണം വീട്ടിൽ കൊണ്ടുവച്ചിരുന്നു.
അപ്പൊ അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അച്ഛനോട് വർത്തമാനം പറയുന്നു. പക്ഷെ എനിക്ക് ഇതിനെപ്പറ്റി ഞാൻ ചെറുതായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ അവസ്ഥ. തിയേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലാണ്. പിന്നെ ആ രീതിയിൽ അതിനെപ്പറ്റി നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല ആ ഉം, സമയത്തൊക്കെ. നമുക്ക് വേറെ ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പം ഉം. അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഈ ബുക്സ് അവിടെ കൊണ്ട് വെച്ചിരുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ അവരതിന് കുറെ വർക്ക് ചെയ്യുന്നു. അതായത് അവര് ഇപ്പൊ സ്പെസിഫിക്കലി അതിന്റെ ആ സമയത്ത് പ്രിന്റ് ക്വാളിറ്റി ഒക്കെ റിലേറ്റീവ്ലി നല്ലതാണ്. അത് നോക്കി ഞാൻ റിലേറ്റീവ്ലി പേപ്പറും നല്ലതാണ്. ആണ്. അത് ഈ ഏത് ആ പ്രസ്സിലാണ് പ്രിന്റ് സമയത്തുള്ള ചെയ്തത്? ബീസിന്റെ ഏത് പ്രസ്സിലാണ് പ്രിന്റ് ചെയ്തത് ആദ്യത്തേത്? അതെനിക്ക് ഓർമ്മയുണ്ടോ? ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വരും. ട്രിവാൻഡ്രത്ത് എവിടെയാണ് എന്റെ പുസ്തകം ഉണ്ട്. അത് അന്ന് നോക്കിയാലേ എനിക്ക് ശ്രീമുദ്രാലയം അറിയുള്ളൂ. അല്ലല്ലോ അല്ലേ? അല്ല, അല്ല അല്ല, ശ്രീമുദ്ര ട്രിവാൻഡ്രത്ത് എവിടെയാണ് പിന്നെ എനിക്കറിയാം. ട്രിവാൻഡ്രത്ത്. ഞാൻ ക്രോസ് ചെക്ക് ചെയ്താലേ അത് അറിയുള്ളൂ. സാരമില്ല, അത് ട്രിവാൻഡ്രത്ത് സാരമില്ല. ആണെന്ന് എന്റെ ഓക്കെ. ആ ഇനിയിപ്പം അരവിന്ദൻ അത് ചെറിയ മനുഷ്യരും വലിയ ശിവകാശിയിലാണോ സംശയമുണ്ട് കേട്ടോ. ശിവകാശിയിലെ. ഓക്കെ. ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ. ശിവകാശിയിലാണോ സംശയമുണ്ട്. ഓക്കെ. ഇനി അരവിന്ദൻ ചെറിയ മനുഷ്യരും വലിയ ലോകവും ചെയ്തിരുന്ന സമയത്തേക്കാൾ കൂടുതലായിട്ട് ഗ്രാഫിക് നോവലുകളും ആശയങ്ങളുടെ ഗ്രാഫിക് പ്രകാശനങ്ങളും ആശയ കഥകളുടെ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻസും കോമിക് റെപ്രസെൻറ്റേഷൻസും ഒക്കെ വളരെ വളർന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു കാലത്താണ് ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന പരമ്പരയുടെ സമ്പൂർണ്ണ പതിപ്പ് പുറത്തിറങ്ങുന്നത്. എന്നാൽ ഒരു ആർക്കൈവൽ പ്രാധാന്യത്തെക്കാളേറെ ജൈവികമായ ഓർഗാനിക്കായ ഒരു ലിങ്ക് ഇന്നത്തെ കാലവുമായി ചെറിയ മനുഷ്യരും വലിയ ലോകത്തിനും ഉണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഒരു ആർക്കൈവൽ വാല്യൂ അല്ല ഇതിന്. ആ നിത്യ ആധുനികത, ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന് പറയുന്ന ഈ കാർട്ടൂൺ സമാഹാരത്തിൻ്റെ അല്ലെങ്കിൽ കാർട്ടൂൺ കലാരൂപത്തിൻ്റെ നിത്യ ആധുനികതയെ പുതിയ തലമുറയുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഈ പുതിയ പതിപ്പിൻ്റെ അവതരണത്തെ, ഈ പുസ്തകത്തിനെ അതിൻ്റെ കണ്ടന്റ് പോലെ തന്നെ നിത്യാധുനികമാക്കാനുള്ള യത്നങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ആ മേക്കിംഗ് ഓഫ് ദ ബുക്കിലേക്ക് വരികയാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് അറിയാനുള്ളത്. ഒന്ന്, ഇതെങ്ങനെ ഇത് പൂർണ്ണമായും സമാഹരിച്ചു എന്നുള്ളത്. രണ്ട്, ഇതിൻ്റെ കാലഗണനയൊക്കെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. മൂന്ന്, ഇത് എത്ര പേജുകൾ ഉണ്ടായിരിക്കും. നാല്, ഇത് ഏത് കടലാസിലാണ് പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. അഞ്ച്, ഇത് ഏത് പ്രസ്സിലാണ് പ്രിന്റ് ചെയ്യുന്നത്. ആറ്, ഇതിൻ്റെ പ്രസാധകരാരാണ്. ഈ ശ്രമങ്ങളെല്ലാം കൂടിയാണ് ഇനിയുള്ള ഉത്തരത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഞാൻ ഈ പുറകിൽ തുടങ്ങാം. 800 പേജാണ് പുസ്തകം. വലിയ ബുക്ക്. അത് അതിന്റെ ഒരു ഇതാണ് നമ്മൾ പ്രോട്ടോടൈപ്പ് എന്ന് വിളിക്കുന്ന പുസ്തകമല്ല. ഇത്രയും തിക്കാണ് എക്സാക്ട് പ്രോട്ടോടൈപ്പ് ആണ്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് പ്രിന്റഡ് അല്ല. പക്ഷെ ഇത് 2 ഇഞ്ച് വലിയ പുസ്തകമാണ്. 800 പേജ് ഉണ്ട്. 800 പേജ് ഉണ്ട്. അതാണ് ആദ്യത്തേത്. പിന്നെ ഓക്കെ, ആരാ പ്രിന്റ് ചെയ്യുന്ന പറഞ്ഞാൽ DC ബുക്സ് ആണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ DC ബുക്സ് നമ്മൾ അല്ല, ഞാൻ അത് മിക്സ് ചെയ്ത് പറയാൻ പറഞ്ഞോളൂ. ആ ക്രമത്തിൽ പറയണ്ട. സത്യത്തിൽ ഇത് പബ്ലിഷ് ചെയ്യണമെന്ന് അടുത്ത് പല ആൾക്കാരും റീപ്രിന്റ് ചെയ്യണമെന്ന് പല ആൾക്കാരും പല സമയത്തും പറഞ്ഞിരുന്നു കുറെ വർഷമായി. കാരണം ഇത് ഔട്ട് ഓഫ് പ്രിന്റ് ആയിരുന്നു. രണ്ടും ഔട്ട് ഓഫ് പ്രിന്റ് ആയിരുന്നു. 2 നേരത്തെ ഇറങ്ങിയ. അപ്പൊ റീപ്രിന്റ് ചെയ്യുകയാണെങ്കിൽ മുഴുവൻ ഉള്ളതാണ് നല്ലതെന്ന്. എക്സാക്ട്ലി എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റും. അതായത് ഈ 63% ഉള്ളതെന്നുള്ള സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ എന്റെ തലക്കൂടെ പോയിട്ടില്ല. എനിക്കൊരു അത്ഭുതമായിരുന്നു കേട്ടോ. അതായത് വലിയൊരു ഏതാണ്ട് 40% ഇല്ലായിരുന്നു എന്നുള്ള ആദ്യത്തെ ഇതിലല്ലേ? ഇല്ല, അതെ, എക്സാക്ട്ലി 63 കുറച്ചുകൂടെ ഈ പുസ്തകം കാണാനുള്ള ഒരു ആർത്തി ഉണ്ടാക്കുന്നുണ്ട് അത്, ഈ 40% വേറെ എക്സ്ട്രാ എന്ന് പറയുമ്പോൾ. അതെ അതെ. പിന്നെ അപ്പൊ അത് ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇത് പ്ലാനിങ് ഒക്കെ പല സമയത്തായിട്ട് ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചിരുന്നു. ചെയ്താൽ കൊള്ളാം, ചെയ്യണം എന്നൊക്കെ പറയുന്നു. ഉണ്ണി കുറെ എൻകറേജ് ചെയ്തു. പിന്നെ സുന്ദർ എന്ന് പറഞ്ഞ സുന്ദറും ഉണ്ണി എല്ലാം കൂടെ അതിനെപ്പറ്റി പറഞ്ഞു. പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷെ ഞാനിങ്ങനെ അത് എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ്, ഇത് വലിയ ടാസ്ക് ആണ് ചെയ്യേണ്ടത്. അപ്പൊ അത് കാരണം അതായിരുന്നു ഒരു കാരണം ഇതിങ്ങനെ മാറ്റി വെച്ചു. പിന്നെ ഏതോ സമയത്ത് ഞാൻ DC ബുക്സിനോട് വേറൊരു പ്രൊജക്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, പച്ചക്കുതിര എന്ന് പറയുന്ന മാഗസിൻ, ഞാൻ എൻ്റെ കോർ ടീമിൽ ഞാൻ റീഡിസൈൻ ചെയ്യായിരുന്നു. ദിലീപ് രാജാണ് അത് എഡിറ്റ് ചെയ്തത്. അത് ഒരുപാട് വർഷം മുമ്പാണ്. അപ്പൊ ആ സമയത്ത് ഇതിനെപ്പറ്റി ആലോചിച്ചിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ DC ആണ് നേരത്തെ പുസ്തകം പബ്ലിഷ് ചെയ്തെങ്കിലും രവി DC ഞാൻ ചോദിച്ച ഉടൻ തന്നെ എന്റെ റൈറ്റ്സ് തിരിച്ചു തന്നു. ഇമ്മീഡിയറ്റ്ലി തിരിച്ചു തന്നു. അപ്പം എന്റേലായിരുന്നു റൈറ്റ്സ്. അപ്പൊ ഏതോ പോയിന്റില് ഇത്
ഒന്നുകൂടെ മുഴുവൻ സ്കാൻ ചെയ്തൊന്നുകൂടെ ചെയ്യാന്ന് ഞാൻ ആലോചിച്ചിട്ട് ഇത് എവിടെ പോയി കണ്ടുപിടിക്കുന്ന ഷുവറില്ല. ഇല്ല, കാരണം ഇത് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം ഒന്നുപോലും പോകാതെ കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അത് വളരെ സിമ്പിൾ ആയിരുന്നു. കാരണം ഈ തൃശ്ശൂരുള്ള അപ്പൻ തമ്പുരാൻ സ്മാരക വായനശാല ഇത് മുഴുവൻ ഇരിപ്പുണ്ട്, ഒരെണ്ണം പോലും പോകാതെ. അപ്പൊ മുഴുവൻ വലിയ അത് കാര്യമാണ്. ഭയങ്കര റിസോഴ്സ് ആണ്. പിന്നെ അതെ, ഇത് മാത്രമല്ല, ഭയങ്കര റിസോഴ്സ് ആണ്. അപ്പം വലിയ റിസോഴ്സാണ് അപ്പം അത് മുഴുവൻ സ്മാരകം. വലിയ റിസോഴ്സ് അത്. അപ്പൊ ഞാന് എന്താ പറയുക, എന്റെ ഒരു സ്കാനർ ഉണ്ടായിരുന്നു, വലിയൊരു സ്കാനർ. അപ്പൊ അതവിടെ കൊണ്ടുപോയി അവരുടെ നിന്ന് പെർമിഷൻ മേടിച്ച് അത് അതിനകത്ത് വെച്ച് സ്കാൻ ചെയ്യാൻ എനിക്ക് പെർമിഷൻ തന്നു. അപ്പൊ ഞാൻ 2-3 തവണകളായിട്ട്, കാരണം ഞാൻ ഈ പണിയില്ലാത്ത സമയത്ത് ഇത് ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ഫ്രീ ടൈം ഉള്ള സമയത്ത്. പക്ഷെ ഏകദേശം എനിക്കൊന്ന് 3 ആഴ്ച എല്ലാം കൂടെ ഒരുമിച്ച് 3-4 ആഴ്ച എടുത്തു. അവിടെ കൊണ്ട് സ്കാനർ വെച്ച് അത് മുഴുവൻ സ്കാൻ ചെയ്തു. പക്ഷെ അതിനകത്ത് സ്കാൻ ചെയ്യുമ്പം സത്യം പറഞ്ഞാൽ ഇത് പുസ്തകമാക്കണം എന്നുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു തോന്നലുണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് എനിക്ക് ആർക്കൈവ് ചെയ്യാന്നായിരുന്നു എന്റെ പ്രധാന ഉദ്ദേശം. അതെ കാരണം തന്നെ. ഇത് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ലൈബ്രറി അടച്ചു പോവുക അല്ലെങ്കിൽ മഴ വീഴുക എന്തെങ്കിലും ചെയ്ത് ഇത് പോയി കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ എനിക്ക് അതായിരുന്നു സത്യം പറഞ്ഞാൽ സ്കാൻ ചെയ്യുമ്പോൾ എന്റെ ആഗ്രഹം ഇത് ആർക്കൈവ് ചെയ്യുക, ഹൈ റെസൊല്യൂഷനിൽ ആർക്കൈവിൽ ക്വാളിറ്റി. അതുകൊണ്ട് സ്കാൻ ചെയ്തിരിക്കുന്ന എല്ലാം ഹൈ റെസൊല്യൂഷനാണ്, വളരെ ഹൈ റെസൊല്യൂഷൻ. ഇത് പോയാലും അതിന്റെ എല്ലാ ഞാൻ ഇടയ്ക്കൊന്ന് പേപ്പറിന്റെ ചോദിച്ചോട്ടെ, ഡീറ്റെയിലും. അപ്പൊ ഈ ന്യൂസ് പ്രിന്റ് ഇത്രയും കൊല്ലം ഈ വീക്കിലികൾ ബൈൻഡ് ചെയ്ത് ലൈബ്രറിയിൽ ഇരുന്നത് കൊണ്ട് കളർ വൈറ്റ്നെസ് കുറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ അതിന്റെ? അതെ, പക്ഷെ ഇത് ഗ്രേ സ്കെയിലാണല്ലോ. അപ്പം ആ, അതിന്റെ ഈ മഞ്ഞ വന്നാലും അത് ഈ ഗ്രേ സ്കെയിൽ അത് പ്രശ്നമല്ല, നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. പക്ഷെ അതിന്റെ കുഴപ്പം അത് പ്രശ്നമല്ല. പക്ഷെ അതിന്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ പല ബൗണ്ട് വോളിയൂംസിലും അതിന്റെ സ്പൈൻ ഇങ്ങനെ വളഞ്ഞായിരിക്കും, ഓ, ഡിസ്റ്റോർഷൻ വരാം. അപ്പൊ അത് കാരണം വേറെ സോഴ്സിൽ നിന്ന് ഞാൻ കുറെ ലൈബ്രറിയിൽ പോയി നോക്കി. എന്ന് പറഞ്ഞാൽ സമയമുള്ള സമയത്ത് യാത്ര ചെയ്യുമ്പോൾ ചെയ്തിരുന്നതാണ്. കുറെ ലൈബ്രറീസിൽ നോക്കി. നോർത്ത് കേരളയിൽ ഉദാഹരണത്തിന് കണ്ണൂർ ഭാഗത്തുള്ള അന്നൂർ എന്ന് പറഞ്ഞ കുറെ വലിയ ലൈബ്രറീസ് ഉണ്ട്. രസത്തിന് വേണ്ടി കൂടെ ചെയ്താണ്, അവിടെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ. പക്ഷെ അവിടെ നിന്ന് ഈ പഴയ മാഗസീൻസ് ഒന്നും ഇല്ല. അപ്പൊ അപ്പോഴാണ് ഈ അപ്പൻ തമ്പുരാന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നത്. പിന്നെ വേറെ സോഴ്സിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് എനിക്ക് ഇൻഡിവിജ്വൽ ഇഷ്യൂസ് ആയിട്ട് അവരെനിക്ക് മുഴുവൻ 400 ഇഷ്യൂസ് തന്നു. അത് 400 എണ്ണം. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഈ കറക്ഷൻ സ്കാൻ മുഴുവൻ അത് വെച്ച് ചെയ്തു. അതായത് സെക്കൻഡറി സോഴ്സ്. അപ്പൊ അതിൽ നിന്നാണ് കൂടുതൽ യൂസ്. അത് ഫ്ലാറ്റ് ആണല്ലോ. അപ്പൊ ആലപ്പുഴയിൽ എവിടെ നിന്നായിരുന്നു പേര് പറയാമെങ്കിൽ? ഓക്കെ, അത് രാമേന്ദ്രൻ നായർ, അദ്ദേഹം നെടുമുടി വേണിച്ചേട്ടന്റെ ബ്രദറാണ്. ബ്രദർ, ഓക്കെ. അദ്ദേഹം ഉണ്ടായിരുന്നില്ല, മരിച്ചു വരുന്നു. പക്ഷെ അദ്ദേഹത്തിന് വലിയ കളക്ഷൻ ഉണ്ടായിരുന്നു, ഇലസ്ട്രേറ്റഡ്. അപ്പൊ എങ്ങനെയാ സൂക്ഷിച്ചിരുന്നത്? വീട്ടില് വെറും ഷെൽഫില്? വീട്ടിലൊരു റൂമിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം അമ്പിളി മാം, അദ്ദേഹത്തിന്റെ വൈഫാണ്, അവര് എന്റെ അടുത്ത് മുഴുവൻ എടുത്തോളാൻ പറഞ്ഞു. ഞാൻ തിരിച്ചു കൊടുക്കാൻ പോയപ്പം വേണ്ടെന്ന് വെച്ചു കൊടുക്കുന്നു. അപ്പൊ അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഫ്ലാറ്റ് ആയിട്ട് സ്കാൻ ചെയ്യാം, ടെക്നിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. പിന്നെ അപ്പൊ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് അടുത്ത പണി എന്ന് പറയുന്നത് ഇത് അതേപോലെ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന് മുഴുവൻ പൊടിയും, അതായത് പ്രിന്റിംഗിൽ ഉണ്ടായ ഡസ്റ്റ് ഉണ്ട്. അപ്പൊ അത് ഡെൻസിറ്റി കുറയ്ക്കും. പിന്നെ പല സ്ഥലത്തും ഈ കാർട്ടൂണിസ്റ്റുകൾ ആ സമയത്ത് സ്ക്രീൻ പ്രിന്റിംഗിലുണ്ടായ ഡസ്റ്റ് എന്ന് പറയുന്നത് വീക്കിലി ഇറങ്ങിയപ്പോൾ തന്നെയുള്ള ഡസ്റ്റ് എന്നേ ഉള്ളൂ. കാരണം ഇതൊന്നും ഹൈ ക്വാളിറ്റി പ്രിന്റിംഗ് അല്ലോ. കാരണം ഇത് ടെക്സ്റ്റിന് വേണ്ടി പ്രിന്റ് ചെയ്യുന്നതാണ്. അപ്പൊ ലൈൻസിന്റെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ അതിനകത്ത് വെള്ള ഡോട്ട്സ് ഉണ്ട്, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ. പിന്നെ വേരിയേഷൻസ് ഉണ്ട് ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസങ്ങളിലും. അപ്പൊ അത് കറക്റ്റ് ചെയ്യണം. പിന്നെ അതിനെക്കാട്ടി പ്രധാനമായിട്ട് ഈ ഹാഫ് ടോൺ സ്ക്രീൻസ് ഈ കാർട്ടൂണിസ്റ്റുകൾ പലരും യൂസ് ചെയ്യുന്നു, അരവിന്ദനും യൂസ് ചെയ്തു, അച്ഛനും യൂസ് ചെയ്തു. അതൊക്കെ പലതിലും അടഞ്ഞിരുന്നു, എല്ലാത്തിലും അല്ല, പലതിലും അടഞ്ഞിരുന്നു. അങ്ങനെ അത് കറക്റ്റ് ചെയ്യണമായിരുന്നു. കറക്റ്റ് ചെയ്യാതെ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഇത് പബ്ലിഷ് ചെയ്യുന്നതിന് പകരം എല്ലാം കൂടെ ഓൺലൈൻ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി അവിടെ ഇട്ടാലോ എന്ന് ആലോചിച്ചു. ഇത് ഞാൻ DC ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പാണ്. പക്ഷെ അങ്ങനെ ഇടുകയാണെങ്കിൽ പോലും അത് കറക്റ്റ് ചെയ്യാതെ ഇടുന്നത് ശരിയല്ല. കാരണം ആൾക്കാർക്ക് വായിക്കണ്ടേ. അപ്പം നമ്മൾ കാഷ്വൽ ആയിട്ട്, അപ്പോഴാണ് ഇതൊരു വലിയ പ്രോജക്റ്റായി മാറിയത്. ആ പോയിന്റിലാണ് ഇത് വലിയൊരു പ്രോജക്റ്റ്. കാരണം ഇത് കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്യുന്നത് വലിയ പണിയാണ്. അപ്പൊ അതിപ്പോ കറക്റ്റ് ചെയ്തിരിക്കുന്ന നാരായണ ഭട്ടതിരിയാണ്, കാലിഗ്രഫർ. അത് സമയമെടുത്ത് വളരെ മെറ്റിക്കുലസ് ആയിട്ട് സ്ക്രീൻസ് പോവാതെ, ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് എടുത്ത് ചെയ്യാണ്. ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട്, എക്സാക്ട്ലി ഫ്രെയിം ബൈ ഫ്രെയിം. അതായത് ഇതിനകത്ത് 6 കോളം ആണല്ലോ, ഒരു പേജിൽ നിന്ന് 6 കോളം. അപ്പൊ അതിനകത്ത് ഓരോന്നും, കാരണം അത് ഈ ഡിജിറ്റൈസ് ചെയ്തിപ്പം അത് ട്രേസ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ ടെക്നോളജി. പക്ഷെ അതിനകത്ത് ഇപ്പൊ നമ്മളതിന് പറയുന്നത് ഡിജിറ്റൽ ആർട്ടിഫാക്ട് എന്നാണ്.
ആർട്ടിഫിഷ്യൽ എന്നുള്ള വാക്കിൽ തന്നെ അതെ വരുന്ന അതെ അതെ ഇതാണ് ആർട്ടിഫൈസിങ്. ഡിജിറ്റൽ ആർട്ടിഫൈസ് വരാം എന്ന് പറഞ്ഞാൽ അത് നാച്ചുറൽ, അതിന്റെ ഫിസിക്കാലിറ്റി പോവും അതിന്റെ. അതെ അതെ. അപ്പൊ അതില്ലാതെ ചെയ്തുകൊണ്ടാണ് ഇത്ര സമയം എടുത്തത്. അതില്ലാതെ എവിടെ ചെയ്തു. യു ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പൊ അതുമല്ല, ഇപ്പം ഭട്ടതിരി അപ്പൊ വളരെ അദ്ദേഹം റയറായിട്ട് അതായത് അരവിന്ദൻ ഇത് വരച്ചിരുന്ന സമയത്ത് അരവിന്ദൻ പേപ്പറിൽ കണ്ടതുപോലെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മൾ റീക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഇപ്പൊ ഗ്രാഫിക് ഡിസൈൻ പരിചയമുള്ള, പ്രിന്റിംഗ് പരിചയമുള്ള ആൾക്കാർ ഇത് കണ്ടാൽ നമുക്ക് റീട്രേസ് ചെയ്യാൻ പറ്റും. ആ ഇങ്ങനെ എന്തായിരുന്നു മൊറോലെസ് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. കാരണം നമുക്ക് പ്രിന്റിങ്ങിനകത്ത് എങ്ങനെയാ വരുന്നതെന്ന് അറിയാം. അപ്പം ഞങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തത്. അദ്ദേഹം ഈ വളരെ കുറച്ചു പേർക്ക് ആ സമയത്ത് പുള്ളി പ്രിന്റിംഗ് ഉണ്ടായിരുന്ന സമയത്ത് കലാമതിയിലൊക്കെ വർക്ക് ചെയ്തതാണ്. അപ്പൊ അതിന്റെ ടെക്നോളജിയും ലിമിറ്റേഷൻ മുഴുവൻ അറിയാം. ഡിജിറ്റലിനെ പറ്റി നന്നായിട്ട് അറിയാം. അത് വളരെ റെയറാണ് അങ്ങനത്തെ എക്സ്പീരിയൻസ്. പിന്നെ അതിന് ഈ കൈകൊണ്ട് ഒരു സെൻസിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറക്റ്റ് ചെയ്യുമ്പോൾ. ഓവർ കറക്റ്റ് ചെയ്താ ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാം കൂടെ ഇപ്പൊ ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഒരു ഗ്രാഫിക് ഡിസൈൻ വ്യൂ പോയിന്റ് ആ ഒത്തന്റിസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതിനകത്ത് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അപ്പൊ അത് കുറച്ച് സമയം എടുത്തു ചെയ്യാനായിട്ട് നാച്ചുറലി. അപ്പൊ ആ സമയത്താണ് നമ്മൾ പുസ്തകത്തിന് വേണ്ടി ആലോചിച്ചതും DC രവിയായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പൊ അവര് എക്സ്ട്രീംലി എൻകറേജിങ് ആയിരുന്നു. അപ്പൊ ഈ പബ്ലിഷറിനെ പറ്റി ചോദിച്ചപ്പം അവരൊരു രീതിയിലും എന്റെ ഡിസൈൻ ഡിസിഷൻസിലോ അല്ലെങ്കിൽ എഡിറ്റോറിയൽ, അതായത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അതിങ്ങനെ മാറി 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 ഇവോൾവ് ചെയ്തത്. അവരൊന്നും ആവശ്യമില്ല ഇടപെട്ടിട്ടില്ല, അത് സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ചെയ്തത്. അപ്പം ഐഡിയൽ പബ്ലിഷറാണ് ഈ പുസ്തകത്തിന്റെ. അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ടെക്നിക്കൽ ഇതിലൊക്കെ. പിന്നെ പക്ഷെ ഇതിന് കുറച്ച് സമയം എടുത്തു. കാരണം നമ്മളിത് സമയമുള്ളപ്പം മാത്രം ചെയ്തതാണല്ലോ, ഇതിനു വേണ്ടി വേറെ റിസോഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഭട്ടതിരി ചേട്ടന് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ ബാക്കി കൂടെ സ്കാൻ ചെയ്യാന്ന് വിചാരിച്ചു, ബാക്കി കാർട്ടൂൺസ്. അപ്പൊ അത് തപ്പി കുറെ നടന്നു. അത് എളുപ്പമായിരുന്നില്ല, കാരണം ആർക്കും അറിയാൻ പറ്റും എവിടെയൊക്കെ. ഈ പണ്ട് ദേശബന്ധുവിലൊക്കെ ചെയ്തതൊക്കെ അല്ലേ? ദേശബന്ധു അതായത് CN ഉണ്ണികൃഷ്ണന്റെ ദേശബന്ധുവിന്റെ പഴയ മാഗസിൻസ് ഉണ്ടായിരുന്നു. അത് തന്നെ ഞാൻ അവിടെ പോയി സ്കാൻ ചെയ്തു. അല്ലെങ്കിൽ കിട്ടില്ല. അപ്പൊ അത് 50-60-ലാണ്. അതെ പക്ഷെ ദേശബന്ധുവിലുള്ളതിനെക്കാട്ടി മുമ്പ് മാതൃഭൂമിയിൽ വരച്ചിരുന്നു. ആണോ? ഓക്കെ. 4 കാർട്ടൂൺസ് വരച്ചു. അപ്പൊ അത് കണ്ടിട്ടാണ് ഈ NV കൃഷ്ണമാര് അരവിന്ദനെ വിളിക്കുന്നത് ചെയ്യാനായിട്ട്, ഈ സീരീസ് ചെയ്യാനായിട്ട്. അപ്പൊ അതും ഞാൻ സ്കാൻ ചെയ്തു. അതും ഇതിനകത്തുണ്ട്. ഇനി നമുക്ക് ഈ സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇനി ഒരു അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇതിന്റെ വായനക്കാരെ കുറിച്ചാണ്. 1960-70 കാലഘട്ടത്തിൽ ഇപ്പൊ ഞാൻ ജനിച്ച കൊല്ലമാണ് രാമുവിന്റെ അച്ഛൻ ചെറിയ മനുഷ്യരും വലിയ ലോകവും വരച്ചു തുടങ്ങുന്നത് 1961. അപ്പോൾ ഞാൻ തന്നെ ഇത് എൻ്റെ ഓർമ്മയിൽ എൻ്റെ അച്ഛൻ ഇത് വായിക്കുകയും വാങ്ങിക്കുകയും ബൈൻഡ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്തിരുന്ന ആളാണ്. അച്ഛൻ അരവിന്ദന്റെ ബയോളജി അധ്യാപകനായിരുന്നു സ്കൂളിൽ. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ശിഷ്യനോടുള്ള വല്ലാത്ത വാത്സല്യവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നത്, ഞാൻ ഒരു 13 വയസ്സാകുന്ന സമയത്ത് അരവിന്ദൻ ഇത് വരയ്ക്കുന്നത് നിർത്തി. ഞാൻ പോലും 62 വയസ്സായ ഞാൻ പോലും മുതിർന്നതിന് ശേഷം ഈ മറ്റ് പഴയ വീക്കിലികൾ കാണുമ്പോഴും ഒക്കെയാണിത് അവസാന കാലത്ത് ഒരു പക്ഷേ 13 വയസ്സായത് കാരണം അവസാന ഒരു 11-12 വയസ്സിലൊക്കെ ചിലപ്പം അപ്പോൾ തന്നെ കണ്ടംപററി ആയിട്ട് തന്നെ ഇത് വായിച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നീടാണ് ഞാൻ വായിച്ചത്. അപ്പം എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്. അരവിന്ദൻ്റെ ചലച്ചിത്ര ജീവിതം പോലും അവസാനിച്ചിട്ട് ജനിച്ച കുട്ടികൾ, അവരൊക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ വായനക്കാർ. ഇപ്പോൾ ഇത് നിൽക്കുന്നത്, ചെറിയ മനുഷ്യരും വലിയ ലോകവും നിൽക്കുന്നത് ഓർമ്മകളിൽ മാത്രമാണ്. ഓർമ്മകളിലാണ്. വളരെ ചുരുക്കം ആളുകളുടെ വീടുകളിൽ ഈ പുസ്തകങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ ഒരു ഓർമ്മകളിൽ മാത്രമാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ പുതിയ തലമുറയെ ഈ സമ്പൂർണ്ണ പതിപ്പ് ഇറക്കുമ്പോൾ, അതിൻ്റെ ആസൂത്രണങ്ങൾ നടക്കുമ്പോൾ പുതിയ തലമുറയെ രാമു എങ്ങനെയാണ് മനസ്സിൽ കണ്ടിരിക്കുന്നത്? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. കാരണം ഈ പുതിയ എന്ന് പറഞ്ഞാൽ എനിക്ക് 30 വയസ്സ്, പുതിയ തലമുറയല്ല, 30-40 വയസ്സൊക്കെ ഉള്ള പല ആൾക്കാരും ഇപ്പൊ എന്റെ ഫ്രണ്ട് ഇത് കുറെ ട്രാൻസ്ലേറ്റ് ചെയ്തു താല്പര്യം കാരണം. അപ്പൊ അത് കണ്ട എനിക്ക് വേറെ ഫ്രണ്ട്സ് ഉണ്ട്.
അത് ഈ ട്രാൻസ്ലേഷൻ കണ്ട്. അപ്പൊ അവരൊക്കെ വളരെ എക്സൈറ്റഡ് ആണ്. അതിന്റെ ഒരു കാരണം, പക്ഷെ ഞാൻ പറയുന്ന ആൾക്കാർ ചെറിയൊരു ഗ്രൂപ്പാണ്. ഒരു ആർട്ടിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ സോഷ്യോളജി അങ്ങനെ അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ അതിനകത്ത് ഞാൻ നോക്കിയിട്ട് ഒരു കാരണം, ഒന്ന് അതിന്റെ ഫോമാണ്, ഡ്രോയിങ്ങിന്റെ ഫോമാണ്. അപ്പൊ അതിന് എനിക്കൊന്നൊരു 61 തുടങ്ങുന്ന സമയത്ത് കുറച്ചുകൂടെ ആ രീതിയിലല്ല, പക്ഷെ ഒരു 3-4 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ പോസിബിലിറ്റി അത് മനസ്സിലാക്കി, അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും വായിച്ചു കഴിയുമ്പോൾ, അത് ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ അതിന്റെ ഫോം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഡ്രോയിങ്ങിന്റെ ഫോം, അതുപോലെ പെർസ്പെക്റ്റീവ് ഞാൻ ഉദ്ദേശിച്ചത് ഡെപ്ത് അല്ല, ഓരോ സാധനങ്ങൾ കാണിക്കുന്നത്. പിന്നെ രണ്ടാൾക്കാർ, ഒരാൾ മുമ്പിലും ഒരാൾ പുറകിലും വരുന്നത്, പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള കുറെ. അപ്പം ഡ്രോയിങ്ങിന്റെ സ്റ്റൈല് വളരെ ആ സമയത്തെ സ്റ്റൈലിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ്, നമ്മൾ കണ്ട് പഴക്കമുള്ളതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആണ്. എന്നാൽ അത് സർപ്രൈസിങ് ആണെന്ന് ചോദിച്ചാൽ എനിക്കാണെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനത്തെ സ്റ്റൈല് വേറെ ഒരു ലാർജർ കോണ്ടെക്സ്റ്റിലൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ കാരണം എന്താ പറയുക, ഇത് ഈ പുതിയ ടൈപ്പ് ഓഫ് ആർട്ട് കണ്ട് ആ സമയത്തെ മോഡേൺ ആർട്ടും അല്ലെങ്കിൽ പുതിയ ആർട്ടുമായിട്ടുള്ള ഫെമിലിയാരിറ്റി അല്ലെങ്കിൽ അതിന് പരിചയം കൊണ്ട് വരുന്ന ഒരു സ്റ്റൈലാണ്. പല ആൾക്കാർക്കുണ്ട്, ലോകത്തുള്ള എല്ലായിടത്തും ഉണ്ട്. അതാണ് അതിന്റെ സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നി ഈ സീരീസിനെ പറ്റി. ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ പെർസ്പെക്റ്റീവിനെ പറ്റിയാണ്, ഈ വരയ്ക്കുന്നതിന്റെയും പറയുന്ന കാര്യങ്ങളെ പറ്റി. അത് ഈ പുതിയ ജനറേഷൻ പലർക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ പറ്റുന്നുണ്ടെന്നാണ് എന്റെ ധാരണ. ഞാനത് സർവേ ഒന്നും എടുത്തിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആ സമയത്ത് ആ സമയം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അതിനകത്ത് വേറെ തരം ഇൻഫർമേഷൻ പിന്നെ അപ്രോച്ച് വേണം. ആ സമയത്തെ അപ്രോച്ച് ആണെന്നില്ല ആ രീതിയിൽ യുണീക്ക് ആണെന്ന് ഞാൻ പറയുന്നതല്ല. എനിക്കൊരു ചെറിയ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു ഉദാഹരണം പറയാം. ഞാൻ ഇടക്കാലത്ത് ദുബായിൽ ഒരു യുവാക്കൾക്ക് വേണ്ടിയുള്ള FM റേഡിയോയുടെ ഹെഡായിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഓഫീസ് മുറിയിൽ ഞാൻ തൂക്കിയിരുന്നത് ചെറിയ മനുഷ്യരും വലിയ ലോകത്തിൻ്റെ ഒരു ലക്കമാണ്. അത് അവിടെ ഒരു റേഡിയോ നിലയത്തിൽ അത് തൂക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് പറയുന്നതാണ്. ഒരാൾ പറയുന്നു, ഈ ശാസ്ത്രീയ സംഗീതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗീതം, ചലച്ചിത്ര ഗാനങ്ങൾ മോശപ്പെട്ടതാണെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു രാമുവാണ് പറയുന്നതെന്ന് തോന്നുന്നു, അതുപോലെ ഗുരുജിയാണോ എന്നറിയില്ല. സംഗീതം ഒന്നേ ഉള്ളൂ, സംഗീതത്തിൽ രണ്ടെണ്ണേ ഉള്ളൂ, നല്ല സംഗീതവും ചീത്ത സംഗീതവും. ഗുരുജി പറയുന്നു. അതായിരുന്നു ഞാൻ എൻ്റെ ഓഫീസ് റൂമിൻ്റെ ചുവരിൽ വെച്ചിരുന്നത്. എനിക്ക് തോന്നി അത് പുതിയ തലമുറയോടും ഇത് സംസാരിക്കുന്നുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ്. ഇനി അന്നത്തെ വരയല്ല, ഒന്ന് സൂചിപ്പിച്ചിരുന്നു രാമു, അന്നത്തെ വരയല്ല ഇന്നത്തെ വര, സാങ്കേതിക വിദ്യ മാറിപ്പോയി. ഇപ്പോൾ പറഞ്ഞല്ലോ ആർട്ടിഫാക്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ഡിസൈനറും ഫോട്ടോഗ്രാഫറും കൂടി ആയിട്ടുള്ള രാമുവിന് ഇത് എങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ്. അതായത് ഈ അന്നത്തെ വരയും ഇന്നത്തെ വരയും തമ്മിലുള്ള വ്യത്യാസം ഈ പുസ്തകം ഏകോപനം ചെയ്യുന്ന സമയത്ത്. ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ എനിക്ക് ഇതിനകത്ത് അത് ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല. ഒരു പക്ഷേ ഞാൻ അടുത്തൊരു ഫോട്ടോഗ്രാഫി യൂസ് ചെയ്തേക്കാം, പക്ഷെ ഡിസൈൻ എന്നുള്ള രീതിയിൽ ഞാൻ സത്യം പറഞ്ഞാൽ കാർട്ടൂണിനെ പറ്റി എനിക്ക് അറിയില്ല. ഞാൻ കാർട്ടൂൺ പഠിക്കുന്ന ആളല്ല ആ രീതിയിൽ. പക്ഷെ ഇപ്പം ഈ പൊതുവെ ഈ ആർട്ട് പ്രാക്ടീസുകൾ അല്ലെങ്കിൽ ഡ്രോയിങ് ഒക്കെയുള്ള പരിചയം എന്നുള്ള രീതിയിൽ ഇപ്പം ഉദാഹരണത്തിന് പല ആൾക്കാർക്കും യൂറോപ്പിലുള്ള ആ സമയത്തുള്ള പല ആർട്ടിസ്റ്റുകളൊക്കെ, ഇപ്പൊ ആ സമയത്തുള്ള ഫേമസ് ആയിട്ടുള്ള മോഡേൺ ആർട്ടിസ്റ്റുകളൊക്കെ അറിയായിരുന്നു. എല്ലാവർക്കും കേരളത്തിലൊക്കെ പല ആൾക്കാർക്കും അറിയാം, അച്ഛൻ്റെ കണ്ടംപററീസിനും. നമ്മളെ സംബന്ധിച്ചുള്ള അത് വേറെ ജനറേഷനാണ്. പക്ഷേ ഇപ്പം അച്ഛൻ്റെ കേസിൽ ടൊളൂസ് ലോത്രെ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, വളരെ കുറച്ച് പേർക്ക് അറിയുള്ളൂ. ഡിസൈൻ ഒക്കെ അറിയാവുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഈ സബോൾട്ടേൺ എന്ന് അറിയാവുന്ന അത് അച്ഛനെ അങ്ങനെ പറ്റി അറിയായിരുന്നു. അപ്പൊ എനിക്ക് വളരെ സർപ്രൈസിങ് ആയിട്ട് തോന്നി, എവിടുന്ന. പിന്നെ അതുപോലെ കാർട്ടൂണിങ്ങനെ, പ്രത്യേകിച്ച് അമേരിക്കൻ കാർട്ടൂണൊക്കെ വളരെ ക്ലോസ് ആയിട്ട് അച്ഛൻ ഫോളോ ചെയ്തു. അച്ഛന് വളരെ ഫേവറേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡ്രോയിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഡ്രോയിങ്ങിൽ നിന്ന് വരുന്ന ഒരു ഡിസൈൻസ് എന്തൊക്കെയാണ്. പിന്നെ സ്പെസിഫിക്കലി ഈ നിബ്, ഇങ്ങനെ 45 ഡിഗ്രി നിബ്, കാലിഗ്രാഫിക് നിബ് എന്നാണ് നമ്മൾ പറയുന്നത്. അത് വെച്ചാണ് ഇത് മുഴുവൻ വരച്ചിരുന്നത്, ക്രോക്കിൽ വെച്ചാണ് വരച്ചിരുന്നത്. പക്ഷെ ആ സ്റ്റൈല് അവസാനം വരെ ഇപ്പം ഉദാഹരണത്തിന് ചില പോസ്റ്റേഴ്സ് ഒക്കെ വരയ്ക്കുമ്പോഴോ ലെറ്ററിങ് ചെയ്യുമ്പോഴൊക്കെ ഇതാണ് പുള്ളിയുടെ സിഗ്നേച്ചർ. ഇത് ഈ 45 ഡിഗ്രീസ് വരുന്ന അല്ലെങ്കിൽ 60 ഡിഗ്രീസ് വരുന്ന ഈ കാലിഗ്രാഫിക്. അപ്പൊ അതിന്റെയൊക്കെ സ്റ്റൈൽ ഇതിനകത്തുണ്ട്. ഞാൻ പ്യുവർലി ഡ്രോയിങ്ങിനെ പറ്റി പറയുന്നത്, ഗ്രാഫിക് എലമെന്റ്. ഞാൻ ഇതിനകത്തുള്ള ഡയലോഗിനെ ഒന്നും പറ്റിയല്ല പറയാൻ. മനസ്സിലായി. അപ്പൊ അതിന്റെ
അതിങ്ങനെ മാറി മാറി മാറി, അതൊന്നും ആദ്യമൊന്നും ഇല്ല. 61, 62, 63 കഷ്ടിച്ചേ 64, 65 ആകുമ്പോഴത്തേക്ക് അതിന്റെ പോസിബിലിറ്റി മാറി. അപ്പോഴാണ് ഇത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവുന്നുള്ളതല്ല, വേറൊരു ഇതാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ മാറും. അങ്ങനെ 3-4 സ്റ്റേജസ് ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ഇപ്പൊ ഈ ഉദാഹരണത്തിന് ഈ സീരീസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മുഴുവൻ ഡയലോഗാണ്. ഈ ചെറിയ മനുഷ്യൻ പല സമയത്തും ഡയലോഗ് മാത്രമേ ഉള്ളൂ. അതെ, ചെറിയ മുഖങ്ങളൊക്കെയാണ്. പിന്നെ പല സമയത്തും ഇംഗ്ലീഷ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നതിൽ പോലും പല ഇതും ഇംഗ്ലീഷിലാണ്. ഓൾമോസ്റ്റ് 90% ഇംഗ്ലീഷുള്ള കോളംസ് വരെയുണ്ട്. അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നുന്നു വളരെ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് അതിനകത്ത്. ഞാൻ ഈ വളരെ പണ്ട് ഞാൻ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോൾ അരവിന്ദൻ്റെ കോട്ടയത്തെ വീട്ടിൽ വന്നിട്ടുള്ളതാണ്. കാരണം മോനിയായിട്ടുള്ള സൗഹൃദം കൊണ്ട് അന്ന് തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ പാശ്ചാത്യ ചിത്രകാരന്മാരും ഈവൻ അവരുമായിട്ടുള്ള അന്നത്തെ അരവിന്ദൻ്റെ അന്ന് ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന, ഞാൻ അവിടെ വെച്ചാണ് ആദ്യമായി ഒക്കെ ഈ റെക്കോർഡ്സ്, ഉസ്താദ് അമീർ ഖാൻ്റെ റെക്കോർഡ്സൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ ഈ പാശ്ചാത്യ സംഗീതത്തിൻ്റെ ആണെങ്കിലും ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ആണെങ്കിലും എല്ലാം ഞാൻ അന്ന് തന്നെ, അതായത് ഞാൻ പറയുന്നത് 70-കൾക്ക് മുമ്പുള്ള കാര്യമാണ്, ഞാൻ ആ വീട്ടിൽ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് രാമു പറയുന്നത് എനിക്കത് നന്നായിട്ട് മനസ്സിലാകും. അത് വളരെ ഇൻട്രസ്റ്റിംഗ്. കാരണം നമ്മൾ പലപ്പോഴും ഈ ചെറിയ മനുഷ്യൻ വല്ലതും ഉദാഹരണത്തിന് 61, 62 ആ സമയത്ത് അന്ന് ബാലമുരളിയെ കുറിച്ചൊക്കെ അന്ന് വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇതിനകത്തുണ്ട്. രാമചന്ദ്രൻ അച്ഛന്റെ വളരെ അടുത്ത ഫ്രണ്ട്, കോളേജ് മേറ്റും ആയിരുന്നു. അപ്പൊ രണ്ട് വിഷയമായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു. പക്ഷെ അദ്ദേഹം ശാന്തിനികേതനിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് കേരള മ്യൂറൽസിനെ പറ്റി റിസർച്ച് പ്രോജക്ട് ചെയ്തു. അപ്പൊ ഈ ഇന്റർവ്യൂവിന് അത് പറയുന്നുണ്ട്. അപ്പം അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അച്ഛൻ്റെ അനിയനും ഗോപൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഇതിനെ കൂടെ ട്രാവൽ ചെയ്ത് ഈ മ്യൂറൽ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് ഞാൻ ഈ മോഡേൺ ഫ്ലാറ്റ് ഫോമിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഈ പ്ലാറ്റ്ഫോം തന്നെയാണ്, ഫ്ലാറ്റ് ആയിട്ടുള്ള പെർസ്പെക്ടീവ്സ് ഒക്കെ ഉള്ള ഈ മ്യൂറൽ, ഇതിന്റെ ഇൻഫ്ലുവൻസ് ഇതിനകത്ത് പലയിടത്തും കാണാം. പിന്നെ രാമു നേരത്തെ പറഞ്ഞ പോലെ ഈ ഡെപ്ത് ഒക്കെ ഫീൽ ചെയ്യിക്കുന്നതൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള. പിന്നെ ഇതിനകത്ത് ഞാൻ ഈ പശ്ചാത്തല വിവരം ഇപ്പൊ പറഞ്ഞ രീതിയിലെ ഈ കാർട്ടൂണിന്റെ സറൗണ്ടിങ് ഇൻഫർമേഷൻ ഞാൻ ഉദ്ദേശിച്ചത്, ഉദാഹരണത്തിന് ഈ കാർട്ടൂൺ കോഴിക്കോട് വെച്ച് വരച്ചാന്നാണ് പല ആൾക്കാരും വിചാരിക്കുന്നത്. പാരഗൺ ലോഡ്ജ് അച്ഛൻ. പക്ഷെ സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ്ലി തെറ്റാ. ഇത് 69-ലാണ് കോഴിക്കോട് പോകുന്നത്. അതായത് ഓൾമോസ്റ്റ് ഈ കാർട്ടൂൺ തീരുന്ന സമയത്താണ്. അപ്പൊ അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഒക്കെ ഇതെല്ലാം ഞാൻ കറക്റ്റ് ആയിട്ട് കോട്ടയത്തായിരിക്കും ചെയ്തത്. പിന്നെ കോട്ടയം, കോതമംഗലം, ട്രിവാൻഡ്രം ഈ സമയത്ത് റബ്ബർ ബോഡി വർക്ക് ആ ഭാഗങ്ങളിൽ ഇരുന്നാണ് വരച്ചിരുന്നത്. പിന്നെ ഇപ്പം അച്ഛൻ്റെ കുറെ ഫ്രണ്ട്സ് ആ സമയത്ത് ആർട്ടിസ്റ്റ്സ് ആയിരുന്നു. ഇപ്പൊ ശബരിനാഥൻ എന്ന് പറഞ്ഞ GK-യുടെ ബന്ധുവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ബന്ധുവാണ്. പിന്നെ N. മോഹൻ എന്ന് പറഞ്ഞ റൈറ്റർ. അങ്ങനെ ഒരു വലിയ ഫ്രണ്ട്സ്. പിന്നെ രാമചന്ദ്രൻ, അങ്ങനെ ശശി, നമ്മുടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവര് പല ആൾക്കാരും ഈ ലിറ്ററേച്ചറോ അല്ലെങ്കിൽ ആക്ച്വൽ ആർട്ടുമായിട്ട്, അതായത് ഡ്രോയിങ്ങോ അല്ലെങ്കിൽ പെയിന്റിങ്ങോ ഒക്കെ ആയിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതിനകത്ത് നിന്ന് അങ്ങനത്തെ ഒരു ഫ്രണ്ട് സർക്കിള് ഉള്ള സമയത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കോഴിക്കോടിന്റെ സമയം 69-ലേ ഉള്ളു, അതായത് 4 വർഷം. വിളിക്കുന്നത് 60-ലാണ്. അപ്പൊ അച്ഛൻ കോതമംഗലത്ത് വർക്ക് ചെയ്യുമ്പോഴല്ലേ. ഇതൊന്നും ഇപ്പൊ എനിക്ക് എന്റെ അമ്മയ്ക്കും അറിയില്ല. കാരണം പക്ഷെ ഇതൊക്കെ ഈ ഇൻഫർമേഷൻ മുഴുവൻ തന്നത് ഈ അച്ഛന്റെ ഫ്രണ്ട് ശബരിനാഥനാണ്, ശബരിചേട്ടനാണ്. പുള്ളിയുടെ ഈ ഇൻഫർമേഷൻ മുഴുവൻ ഉണ്ടായിരുന്നു. പുള്ളിയാണ് അതിന്റെ ഡേറ്റ്സ്. അപ്പൊ അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം മിക്ക ആൾക്കാരും വിചാരിക്കുന്നത് കോഴിക്കോട് വെച്ച് വരച്ചാണ്. ഇത്രയും സമയത്തിന്റെ വ്യത്യാസം ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ അത് വളരെ ഇൻട്രസ്റ്റിംഗ്. ഈ പുസ്തകം എന്നത്തേക്ക് ഇറങ്ങാനാണ്? ഇത് ഫൈനൽ സ്റ്റേജ് ആയി, പ്രിന്റ് ചെയ്യാറായി. October 15th ആണ് റിലീസ്. October 15th, തേർഡ് വീക്ക്. അപ്പോ പ്രീ പബ്ലിക്കേഷൻ പരസ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഈ DC ബുക്സിന്റെ സൈറ്റിൽ. അപ്പൊ അതിന്റെ ഫൈനൽ സ്റ്റേജ് ആയി, നമ്മൾ പ്രിന്റിങ്ങിന് അടുത്തായി.
എനിക്ക് കുറച്ചുകൂടി ചോദ്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഈ സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇതൊക്കെ ചെറിയ മനുഷ്യരും വലിയ ലോകത്തിൽ വരുന്നതൊക്കെ അത് കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടതായത് കാരണം നമുക്ക് പുസ്തകം ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു സംഭാഷണത്തിൽ അതൊക്കെ ഉൾപ്പെടുത്താം. മലയാളിയുടെ സംവേദനക്ഷമതയ്ക്ക് ഈടുറ്റ മൂല്യം നൽകിയ ഒരു സാംസ്കാരിക സംഭവമായിരുന്നു ചെറിയ മനുഷ്യരും വലിയ ലോകവും. അതിൻ്റെ സമ്പൂർണ്ണ പതിപ്പിനെ മലയാളികൾ സഹർഷം സ്വാഗതം ചെയ്യും എന്ന് എനിക്ക് ഉറപ്പാണ്. ഓരോ മലയാളിയുടെ വീട്ടിലും പുതിയ തലമുറയ്ക്കായി വാങ്ങിവെക്കേണ്ട ഒരു പുസ്തകമാണിത്. പുതിയ തലമുറയാകട്ടെ പഴയ തലമുറയ്ക്കായി അനശ്വരമായ ഒരു ആൽബം പോലെ വാങ്ങി സമ്മാനിക്കേണ്ട ഒരു പുസ്തകം കൂടിയാണ് ഇത്. ഇത്രയും നേരം ഈ പുസ്തകത്തിൻ്റെ പണിപ്പുരയെക്കുറിച്ച് വിശദമായി സംസാരിച്ചതിന് ദില്ലി ദാലിയുടെ ഓരോ ശ്രോതാവിൻ്റെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഐ ആം താങ്കിങ് യു, രാമു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതിനെപ്പറ്റി പറയാൻ പറ്റിയതിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു രാമു. ബെസ്റ്റ് വിഷസ്. യു ടു.